കിട്ടുണ്ടോ? കിട്ടുണ്ടോ? കിട്ടൂലാലോ. ഞാനില്ല. കിട്ടുണ്ടോ? കിട്ടുണ്ടോ? ഷെബീർ Humans. In 21st century, humans are so busy with their life works. But the truth is, most of them really don't know where is the destination to reach. Because of this error, humans are leading their life with lots of difficulties such as stress, anxiety, depression, family issues, relationship issues, financial issues, money management, lack of confidence, etc. Most of the people carry the load more than he start carrying weight on his inside mind and move the life very slowly. But the reality is humans are not nothing but a part of this universe. Compared to human, the universe is covering our state, country, earth, the sun, galaxy, universe, the multi-universe, etc. After this journey, when we travel a journey to our inside universe, we can see the universe same as outside in human body. From this journey, we can conclude things seems to be same have happened in the external universe and that also have happened in our internal universe. From this, we can connect our life. The sun is giving light into the earth and it helps the humans to move life easily and smoothly. As this same easiness and smoothness get our life when we get the exact light on our inner world. For this light, we want to start a mastery journey to the mind. Here, a team that named MJM to give the light with love to the people's heart. This team forward that we connect you with your life. For this idea and team, he was born in the 19th century and he accepted
A light from a master brain. Guide Dr. Adnan Hadi with love. And he mastering the art of enlightenment, the life of people with the traditional wisdoms with updation. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇറ്റ്സ് മീ ഹദിയ. സോ ഇന്ന് നമ്മളെ ലൈഫ് കീൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അതും അല്ലാണ്ട് പിന്നെ നമ്മളുടെ ഇന്നത്തെ 23rd മാസ്റ്റർ ടോക്കും കൂടിയാണ് ഇന്ന് നടക്കാൻ പോണത്. സോ അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഓരോരുത്തരും ഞാൻ ഇതിൽ ചെയ്യാണ്. നമ്മൾ സെഷനൊക്കെ എടുക്കാണ്. സോ ഞാൻ സെഷൻ സാറിന് ഹാൻഡ് ഓവർ Hello everyone. Good evening. എല്ലാവരോടും ഉണ്ടോ? ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ. അപ്പോൾ ഇൻട്രോ പറഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. സോ ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കോ. ആൻഡ് ഓൾസോ വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് വീഡിയോ മോഡിൽ വരാം. നമ്മൾ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ 1 hour ഒക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പം അതിനു വേണ്ടി ഒന്ന് സെറ്റ് ആയിട്ടിരുന്ന വീഡിയോ മോഡിൽ ഇരുന്നൂടെ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ബാക്കിയുള്ള എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാറ്റിൽ വരുമോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഡേയില് ഓക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഡേയില് നമ്മൾ ഇൻട്രോയില് നമ്മളെ മെന്റർ ഹാദിയ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് 2 കുടുംബങ്ങൾ ഒരു മീറ്റാണ് അല്ലെ. നമ്മളെ ലൈഫ് കീ എന്ന കുടുംബമുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മാസ്റ്റർ ടോക്ക് എന്നുള്ള കുടുംബമുണ്ട്. 2 പേരും കൂടി കണ്ടുമുട്ടുന്ന ഒരു ഏരിയ ഇവിടെ. ബിക്കോസ് നമ്മളെ ലൈഫ് കീ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ എൻഡ് ഡേ ഇന്നാണ് വരുന്നത്, സൺഡേ. ഇന്നാണ് നമ്മളെ മാസ്റ്റർ ടോക്കും. അപ്പം അവർക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആൻഡ് കരിയർ. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് അവരുടെ ടോപ്പിക്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ചെയ്തത് മാസ്റ്റർ ടോക്കിൽ റൂമിയുടെ വിസ്ഡംസ് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ റൂമിയുടെ വിസ്ഡംസ് ആകുമ്പോൾ പിന്നെ ലൈഫ് കീക്കാർക്ക് കൊടുക്കാൻ വേറെ ഒന്നും വേണ്ട. കാരണം അവരെ ഡിവൈനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വലി അവരെ ആ ഒരു ഏരിയ ആയിട്ട് ടച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂമിയുടെ വിസ്ഡംസ് മാത്രം മതി. ഓക്കെ, കാരണം റൂമിയാണ് നമ്മളെ ദൈവത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിനൊക്കെ പറ്റിയിട്ട് ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാളാണ് എന്ത്, റൂമി എന്നുള്ളത്. ഈ റൂമിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മളൊക്കെ ദൈവത്തിനെ അധികം അറിഞ്ഞിട്ടുള്ളത് ഒരു വേലായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. എങ്ങനെയാന്ന് വെച്ചാല്, അധിക പാരൻസും, മെജോറിറ്റി പാരൻസും കുട്ടികളെ വളർത്തുന്നത്, ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്
എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങനെ അറിയോ? കുട്ടികളെ എങ്ങനെ ദൈവത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് അറിയോ പാരന്റ്സ്? അറിയോ? ദൈവത്തിനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാരന്റ്സ് പരിചയപ്പെടുത്തി കൊടുക്കല് പേടിയായിട്ടാണ്, ഫിയർ കൂട്ടിയിട്ടാണ് ദൈവത്തിനെ പറഞ്ഞു കൊടുക്കാറുള്ളത്. അത് മെജോറിറ്റി പാരന്റ്സും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയാൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉം, ജ്യേഷ്ഠത്തികളെ അല്ലെങ്കിൽ ഒക്കെ മക്കള് വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടിൽ പോണ സമയത്ത് ഇപ്പം എന്റെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ അടുത്ത് എൻ്റെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് അവിടുത്തെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ കുട്ടി ഭക്ഷണം കഴിക്കാത്തപ്പം ജ്യേഷ്ഠത്തി പറയാണ്, വേഗം കഴിച്ചോട്ടോ, അല്ലെങ്കിൽ അതാ ആയിരിക്കണുണ്ടോ, ഇപ്പം പിടിച്ചുണ്ടോ, മീൻസ് എന്നെ കാട്ടിയിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ആയിരിക്കണുണ്ടോ, വേഗം കഴിച്ചോ അല്ലേ ആകെ പ്രശ്നമാവട്ടെ, മീൻസ് എന്നെ കാട്ടിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ ആ ഒരു ഫിയർ ഫാക്ടർ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാറുണ്ട് പാരന്റ്സ്. മക്കളെ വളർത്തുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒന്നാണ് നമ്മൾ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ റിലീജിയസ് ബേസിൽ ഒരുപാട് ചട്ടങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ചില എന്താ പറയാ, നമ്മളെ ചില സ്പിരിച്വലി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പം നിസ്കരിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഉമ്മമാര് പറയും നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ല തീയിലിടും. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന സംഗതി ചെയ്താൽ അല്ല തീയിലിടും, അല്ലെങ്കിൽ നരകത്തിലിടും. ഇങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ അധികം എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ബട്ട് ആക്ച്വലി ദൈവം എന്നുള്ളത് അല്ലെങ്കിൽ അള്ളാഹ് എന്നുള്ളത്, അള്ളാഹ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ദൈവം പറയുന്നത്, അല്ലെങ്കിൽ സൃഷ്ടാവ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്റെ സൃഷ്ടികള് എത്ര തന്നെ തെറ്റ് ചെയ്തോട്ടെ, എത്ര തന്നെ തെറ്റ് ചെയ്തോട്ടെ, അവരെന്നിലേക്ക് അടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്താണ്, എല്ലാം അവർക്ക് വിട്ടുകൊടുക്കാനും എല്ലാ കാര്യങ്ങളിലും അവർക്ക് മാപ്പ് കൊടുക്കാനും ഞാൻ എന്താണ്, റെഡിയാണ്, തയ്യാറാണ്. ഓക്കെ, ദൈവം പറയുന്നത് അങ്ങനെയാണ്, നമ്മളെ യഥാർത്ഥ രക്ഷിതാവ് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മളെ രക്ഷിതാക്കളിൽ അധിക പേര് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഫിയർ ഫാക്ടർ വെച്ചിട്ടാണ്. നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റൂല. ദേ ആർ ഓൾസോ വിക്ടിംസ്. അവർക്കും ആ രീതിയിലാണ് പാരന്റിങ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ പാരന്റിങ് രീതി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് തരുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഹ് ദൈവം എന്നുള്ളതിനെ, അല്ലെങ്കിൽ നമ്മളെ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവ് എന്നുള്ള രീതിയിൽ ഈ സൃഷ്ടാവിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോമില്, ലവ് എന്നുള്ള ഫോമില്, സ്നേഹം എന്നുള്ള ഫോമില് നമ്മളെ പരിചയപ്പെടുത്തി തരുന്ന ഒരു ആ, ഒരു എന്താ പറയാ, കവിയായിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്കോളറായിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം, നമ്മളെ ജലാലുദ്ദീൻ റൂമി എന്നുള്ളത്. അപ്പം ആളെ ഒരു കോട്ട് ഇന്നത്തെ ഡേയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് കരിയറും സ്പിരിച്വൽ ആണ്. ആദ്യം നമ്മൾ സ്പിരിച്വൽ പറയും, എന്നിട്ട് കരിയറായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കോട്ട് എന്താ വരുന്നതെന്ന് വെച്ചാല്, ദൈവം പറയുന്നുണ്ട്, ആഹ് ഈ ഭൂമിയിലെല്ലാം, ഇപ്പൊ ഈ ഭൂമി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂമി പല പല സിറ്റുവേഷൻസിൽ പല പല കാലഘട്ടങ്ങളിലായിട്ടാണ് ഭൂമി ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓക്കെ. അപ്പൊ പല പല കാലഘട്ടങ്ങളിലായിട്ടാണ് ഭൂമി ഇങ്ങനെ സെറ്റായി വന്നത്. ഒരു കാലത്ത് പറയുന്നു ഭൂമി ഇങ്ങനെ തളച്ചു മറിയായിരുന്നു, പിന്നെ ഒരുപാട് കാലം മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് കടൽ, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ജീവികൾ മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ ഒരുപാട് ജീവികൾ ഉണ്ട്, കുറെ ജീവികൾ ഇങ്ങനെ വംശനാശം സംഭവിച്ചു പോകുന്നുണ്ട്. സി, ഇവിടെ എല്ലാ സംഗതികളും സെറ്റ് ചെയ്ത്, ഭൂമി സെറ്റ് ചെയ്ത്, ഇതിലാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവസാന പടിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യനെ ഈ ഭൂമിയിൽ ഇറക്കി കൊടുക്കുന്നത്, അല്ലെ? അവസാന പടിയായിട്ടാണ് നമ്മൾ മനുഷ്യനെ ഇവിടെ ഇറക്കുന്നത്. ഈ മനുഷ്യനെ ഇവിടെ എത്തുന്നതോട് കൂടി മനുഷ്യന് ആവശ്യമുള്ള എല്ലാ സംഗതികളും ഈ ഭൂമിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ക്രിയേറ്റർ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ മുമ്പത്തെ ഒരു 10 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു മാസ്റ്റർ ടോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഏരിയ ആണ്. എങ്ങനെയാന്ന് വെച്ചാല്, നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ അതിഥിക്ക് വേണ്ടിയിട്ട് വീടൊക്കെ സെറ്റ് ആക്കും. മേ ബി സോഫയൊക്കെ ആകെ അലമ്പായി കിടക്കുകയായിരിക്കും, വീടിന്റെ ഡൈനിങ് ഹാളൊക്കെ കംപ്ലീറ്റ്ലി നമ്മളെ ഡ്രസ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾഫിൽ ചെയ്ത് നിൽക്കുകയായിരിക്കും. നമ്മൾ റൂമൊക്കെ ആകെ തകിടം മറിഞ്ഞിരിക്കും. അപ്പൊ ഒരു അതിഥി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി അതൊക്കെ ക്ലീൻ ആക്കി സെറ്റ് ആക്കി ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വീട് കംപ്ലീറ്റ്ലി സെറ്റ് ആക്കി. അപ്പൊ അതുപോലെ, ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം എല്ലാവരും, 1 സെക്കൻഡ്, ഞാൻ ഇവിടുന്ന് ചെയ്യാം. ഓക്കെ, ഡൺ. അപ്പോ ഇതുപോലെ ഒരു അതിഥി വരുന്ന സമയത്ത് നമ്മൾ വീട് ഭയങ്കര ഭംഗിയായിട്ട് എല്ലാം സെറ്റാക്കി ഒരുക്കി വെക്കുന്ന പോലെ തന്നെ, നമ്മൾ എന്ന അതിഥി ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് ദൈവം, ക്രിയേറ്റർ, സൃഷ്ടാവ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള മണ്ണുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചമുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള കാറ്റുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സംഗതികളും എന്തുണ്ട്,
തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സംഗതിയിലും, ഭൂമിയിലുള്ള എല്ലാ സംഗതിയും നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? ഈവൻ ഞാൻ മുമ്പ് പറഞ്ഞൊരു സംഗതി ഉണ്ട്, നമ്മള് ഐൻസ്റ്റീൻ പറഞ്ഞൊരു സംഭവം, തേനീച്ചകള് ഇന്ന് മൊത്തം ഈ ഭൂമിയിലുള്ള മുഴുവൻ തേനീച്ചകളും ഇന്ന് മരണപ്പെട്ടു പോകുക അല്ലെങ്കിൽ ചത്തു പോവുകയാണെങ്കിൽ അടുത്ത 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹ്യൂമൻസ് എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ നിന്ന് വാനിഷ് ആവും. മനുഷ്യന്മാർക്ക് പിന്നെ അവിടെ നിലനിൽക്കാനില്ല. അപ്പൊ തേനീച്ചകൾ ഇവിടെ ഭൂമിയിലുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ തേനീച്ചകളും പക്ഷികളും കിളികളും അല്ലെങ്കിൽ മൃഗങ്ങളും എല്ലാം, മരങ്ങളും ഇവിടുത്തെ കാറ്റും വെളിച്ചവും മഴയും ഒക്കെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവം പറയുന്നു, റൂമിയുടെ കോട്ട എങ്ങനെയെന്ന് വെച്ചാല് നിനക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തതെന്ന് ആര് പറയുന്നു? ദൈവം പറയുന്നു. ദൈവം പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ മനുഷ്യന്, എൻ്റെ ഖലീഫക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ക്രിയേറ്റ് ചെയ്തത് എന്ന് പറയുന്നു ദൈവം പറയുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ അടിമ, എല്ലാവരും അല്ല, ദൈവത്തിന്റെ അടിമ, ഏറ്റവും ദൈവത്തിനെ സ്നേഹിക്കുന്ന അടിമ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് നിന്നിലേക്ക് മാത്രം അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് റൂമിയുടെ ഒരു കോട്ട്. ഓക്കെ, അപ്പം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എല്ലാം ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ, അവിടെ ആകെ ഫാക്ടർ ആവുന്ന, അവിടെ ആകെയുള്ള ഒരു എലമെന്റ് എന്താ? ഇറ്റ്സ് ലവ്, സ്നേഹം. സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും മധുരത്തോടു കൂടിയൊക്കെ ഒഴിവാക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കുന്ന സമയത്ത് അവിടെ ഉള്ളിലൊരു പ്രശ്നം ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമാണ്. ഇപ്പൊ പാരന്റ്സ് ചില ഫുഡൊക്കെ ഇഷ്ടമുണ്ടായിട്ടും വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ മക്കളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ഓക്കെ, അതല്ല നമ്മൾ ചില റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനെ പോണ സമയത്തൊക്കെ മേ ബി അങ്ങനത്തെ ഒക്കെ കേൾക്കാം, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ചക്കര കഴിച്ചോ, അല്ലെങ്കിൽ മുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞിട്ടൊക്കെ പാട് തിരിച്ചു വാങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും ആഫ്റ്റർ മാരേജ്. അതൊക്കെ ആ ഒരു ഹോർമോണിന്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആകുമ്പോൾ അതൊക്കെ തിരിച്ചു വാങ്ങുന്ന സിറ്റുവേഷൻ വേറെ ഉണ്ടാവും. എന്നാൽ ഡിവൈൻ ലവ് എന്നുള്ളത് അങ്ങനെയല്ല. ഇറ്റ്സ് അൺകണ്ടീഷണൽ ലവ്, കംപ്ലീറ്റ്ലി അൺകണ്ടീഷണൽ ആണ്. ദൈവം നമ്മളോട് ഒന്നും തിരിച്ചു ചോദിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇന്നലെ നമ്മളെ വെൽത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈഫ് കീല്. അതിൽ വന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് വെൽത്തിനെ കുറിച്ചായിരുന്നു. അപ്പൊ നമ്മളെ ഈ ബോഡി കംപ്ലീറ്റ്ലി ദൈവം നമുക്ക് തന്നിട്ടുള്ള വെൽത്താണ്. ഓക്കെ, ഇതിനെപ്പോഴെങ്കിലും ദൈവം നമ്മളോട് കണക്ക് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവം തന്നിട്ടുള്ള ഈ വെൽത്ത് എല്ലാം ദൈവത്തിന്റെ മാർഗത്തിലല്ല ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ മാർഗത്തിലല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് എപ്പോഴെങ്കിലും കണക്ക് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് തിരിച്ചെടുത്തിട്ടുണ്ടോ? നോ. ഇറ്റ്സ് എ ഫോം ഓഫ് ലവ്. കംപ്ലീറ്റ്ലി ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് എന്ത് ഈ ഒരു കോട്ടിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈൻ, അല്ലെങ്കിൽ ആ ഒരു ദൈവവും അവന്റെ അടിമയും തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിട്ട് റൂം ഇതിൽ കോട്ട് ചെയ്യുന്നത്. അതായത് ഐ ക്രിയേറ്റ് ഓൾ തിങ്സ് ഫോർ യു. ഇവിടെയുള്ള എല്ലാ സംഗതികളും ഞാൻ എന്ത് ചെയ്താൽ ക്രിയേറ്റ് ചെയ്ത് നിനക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മനുഷ്യൻ പറയുന്നു, ഞാൻ എല്ലാ സംഗതികളും ലീവ് ചെയ്യുന്നു. ഐ ലീവ് ഓൾ തിങ്സ് ഫോർ യു. നിന്നിലേക്ക് അടുക്കാൻ വേണ്ടി, നിന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഭൂമിയിൽ എല്ലാ സുഖങ്ങളും എല്ലാ സംഗതികളും ഞാൻ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോ ഡിവൈൻ എന്നുള്ളത് നമ്മളുള്ളിൽ പ്രോഗ്രാംഡ് ആയിട്ട് കിടക്കുന്നത് മെജോറിറ്റി എന്താണ്? ഫിയർ ആണ്. അപ്പം നമ്മളുള്ളിൽ ദൈവിക സ്നേഹം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണേ, നമ്മളെ ഉള്ളിൽ ദൈവിക സ്നേഹം അല്ലെങ്കിൽ സൃഷ്ടാവായിട്ടുള്ള കണക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫുകൾ എടുത്ത് ഒഴിവാക്കിയാൽ മതി. ഓൾറെഡി ഇതിനുള്ളിൽ സൃഷ്ടാവായിട്ടുള്ള നല്ല കണക്ഷൻ ഉണ്ട്. ഓക്കെ, നല്ല കണക്ഷൻ ഉണ്ട്. ബട്ട് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള എസെൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, നമ്മൾ ജനിച്ച ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ്, ഇതേപോലെ നമ്മളെ പടച്ചോൻ നരകത്തിലിടും, അല്ലെങ്കിൽ നരകത്തിലിടൂല എന്നല്ല ഞാൻ പറയുന്നത്, ഓക്കെ, നരകത്തിലിടും, ഈ നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികളായിരിക്കും മെജോറിറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മളെ ഹൃദയം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമുക്ക് ദൈവത്തിന് ഫീൽ ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഹൃദയത്തിൽ നിറയെ മണ്ണെണ്ണയാണ്. ഓക്കെ, നിങ്ങളെ ഹൃദയത്തിൽ നിറയെ മണ്ണെണ്ണയാണ്. ആ ഹൃദയത്തിൽ മണ്ണെണ്ണ ഹൃദയത്തിൽ നിൽക്കുക, ഞാൻ ദൈവിക സ്നേഹം അതിലേക്ക് ഒഴിച്ചെന്നാൽ നിങ്ങൾക്ക് എന്തായിട്ടാ ഫീൽ ചെയ്യാം? ദൈവം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണെണ്ണന്റെ ചോയാണല്ലോ, അല്ലെ? ഡിവൈൻ ലവ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ണെണ്ണന്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഡിവൈൻ ലവ് എന്നുള്ളത് നിങ്ങളിലേക്ക് ഒഴിച്ചു വരുന്നത് നിങ്ങളെ ഹൃദയത്തിൽ ഫുള്ള് ചളിയാണ്, അല്ലെങ്കിൽ ഫുള്ള് എന്താ പറയാ, മണ്ണാണ്. ഈ മണ്ണിലേക്കാണ് ഞാൻ ഈ ഒരു ഡിവൈൻ ലവ് ഒഴിച്ചു തരുന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ദൈവിക സ്നേഹത്തിന് ചെറിയൊരു മണ്ണിന്റെ ചോയ ഉണ്ട്. അത്ര ഒരു ടേസ്റ്റ് ഇല്ലാന്ന് നമുക്ക് ഫീൽ ചെയ്യാം.
ഓക്കെ, ഇനി നമ്മളെ ഹൃദയത്തില് മറ്റെന്തെങ്കിലും, അതായത് ഒരു വിഷപദാർത്ഥമാണെന്ന് ഉദ്ദേശിക്കുക, വിഷമായിട്ടുള്ള സംഗതിയാണെങ്കിൽ കാഴ്ചയോടെ നമുക്ക് പല ഇതുണ്ടാവും. ഉഫ്, ഞാൻ ഈ ഒരു ദൈവിക പാതയിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പല പല അസ്വസ്ഥതകൾ, എന്താണെന്നറിയില്ല. ബിക്കോസ് സി, ദൈവിക സ്നേഹം എന്നുള്ളത് ഇറ്റ്സ് പ്യുവർ, കംപ്ലീറ്റ്ലി പ്യുവർ. ബട്ട് അത് സ്വീകരിക്കുന്ന ഹൃദയം, നമ്മളെ ഹൃദയം എന്തൊക്കെയാണ്? മറ്റുള്ളവരോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ വാശി, ഓക്കെ, അസൂയ, ഇങ്ങനെ നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഹൃദയം ഇങ്ങനെ ഫുൾഫിൽ ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഈ ദൈവിക സ്നേഹമൊക്കെ ഇങ്ങനെ കുത്തി നടക്കാൻ നോക്കുമ്പോൾ എന്താണ്, നമുക്കിങ്ങനെ ഫീൽ ചെയ്യും, ഇതൊരു ടേസ്റ്റ് ഇല്ല, ഒരു നമുക്ക് ആ ഒരു എക്സാക്ട് ആയിട്ടുള്ള എസെൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കാൻ പറ്റണം. ഓക്കെ, നമ്മളെ ഹൃദയം ശുദ്ധീകരിച്ച ശേഷമാവണം എന്ത്, നമ്മളെ ഹൃദയത്തിൽ ആ ദൈവിക സ്നേഹം ഉണർത്താൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെ ഡയമണ്ട് മൈൻഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 10 ടൂൾസ് ഉണ്ട്. ഓക്കെ, ആ 10 ടൂൾസ് ഇനി മുതൽ നമ്മൾ ഒന്നും കൂടി അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും കൂടി മാറ്റുന്നുണ്ട്. അപ്പൊ ഈ ടൂൾസിൽ ആദ്യം വരുന്ന കുറച്ച് ടൂൾസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിൽ വരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഏത് അറിവ് സ്വീകരിക്കുന്നു എന്നതല്ല, നിങ്ങൾ അറിവ് സ്വീകരിക്കുന്ന പാത്രം എങ്ങനെ എന്നതിനനുസരിച്ചാണ് എന്ത് നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് ഉപകാരപ്പെടുക. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് അറിവ് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. യൂട്യൂബിലും ചാറ്റ് GPT ആയിട്ടും ഗൂഗിളും എല്ലായിടത്തും അറിവ് സുലഭമാണ്. പക്ഷെ അറിവ് എന്തുകൊണ്ടാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത്? അത് സ്വീകരിക്കുന്ന പാത്രത്തിന്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് എന്നുള്ളതാണ്, അല്ലെ? പാത്രത്തിന്റെ ക്വാളിറ്റി കുറവായത്. അപ്പം ഈ ഒരു ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത് ഈ പാത്രത്തിന്റെ ക്വാളിറ്റി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പാത്രത്തിന്റെ ക്വാളിറ്റി റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, ആ ഡിവൈൻ ലവ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു? ഡിവൈൻ ലവ് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട് ദൈവിക സ്നേഹം. കാരണം നമ്മളെല്ലാം വന്നത് ആ ഒരു ഡിവൈൻ പവർ എന്നാണ്. ആ ഒരു ദൈവത്തിന്റെ അടുത്ത് നിന്ന് നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു എസെൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന് മുകളിൽ പറ്റി പിടിച്ച് നിൽക്കുന്ന കറകളൊക്കെ ഒന്ന് എടുത്ത് കഴുകി കളഞ്ഞാൽ തന്നെ ആ ഡിവൈൻ ലവ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? ഓൺ ആയിക്കോളും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കോട്ട്. റൂമി പറയുന്നു, ഞാൻ എല്ലാ സംഗതികളും ഞാൻ നിനക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്താന്ന് ദൈവം പറയുമ്പോൾ മനുഷ്യന്മാർ പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടിമ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടദാസൻ പറയുന്നു, എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ സംഗതികളും ഞാൻ എന്ത് ചെയ്യുന്നു? നിനക്ക് വേണ്ടിയിട്ട് വെടിയുന്നു, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, ദെൻ വരുന്ന മറ്റൊന്നാണ് ഹൂ ഐ ആം, ഞാൻ ആരാണ് എന്നതിന് റൂമിയുടെ ഒരു കോട്ട്, വളരെ രസകരമായിട്ടൊരു കോട്ട്. ഹൂ ഐ ആം, ഞാൻ ഇന്നലെ പറഞ്ഞ സെഷനുമായിട്ട് ഇത് ഭയങ്കര കണക്ഷൻ ഉണ്ട് ഈ ഒരു കോട്ട്. ഹൂ ഐ ആം ഈസ് ജസ്റ്റ് മൈ നെയിം ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിം. ഓക്കെ, ബാക്കിയുള്ളത് മുഴുവൻ എന്താണ്? അവനാണ്, അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ ആരാണ് എന്നതിന്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താ? ഇതിൽ എന്റെ പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പേരുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. ഒരു സെർട്ടൻ പീരീഡ് ആവുന്ന സമയത്ത് ആ പേര് പോലും നമ്മളിൽ നിന്ന് വാനിഷ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ പേര് പോലും ആവുന്നുണ്ട്, അല്ലെ? ഒരു ചില സമയം എത്തുന്ന സമയത്ത് എല്ലാ പേരുകളും മാറി ഒരു കോമൺ പേരിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിലുള്ള ഒരു സംഗതി എന്തല്ല? എന്റേതല്ല. അപ്പൊ ഇതൊക്കെ വേറെ ആരതോ ആണ്, ഇതെല്ലാം വേറെ ആരോ ആണ്. ആരാണത്? ഇറ്റ്സ് ദാറ്റ് പവർ, ആ ഒരു ഡിവൈൻ പവർ ആണ്, അല്ലെങ്കിൽ ആ ഒരു സൃഷ്ടാവിൻ്റെതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ എന്നുള്ളത് ആകെ എന്റെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ്? അവനാണെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വെൽത്ത് ആൻഡ് ഹെൽത്തിൽ ഡിസ്കസ് ചെയ്ത ഒരു സംഭവമാണ് നമ്മളെ കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് നമുക്ക് വാല്യൂ ഇടാൻ കഴിയൂല. അല്ലെങ്കിൽ നമ്മളെ കേൾവി ശക്തി, നമ്മളെ സംസാരിക്കാനുള്ള കഴിവ്, നമ്മളെ എന്താ പറയാ ശ്വാസകോശം, നമ്മളെ ഹൃദയം, നമ്മളെ വൃക്ക, നമ്മളെ ആമാശയം, നമുക്ക് നടക്കാനുള്ള കഴിവ്, നമ്മളെ കൈ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പൊ കേൾക്കുമ്പോൾ കറക്റ്റ്ലി നമുക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിക്കോണമെന്നില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നൂർ ജലീൽ അറിയില്ലേ? പരിചയമല്ലേ? സിംഗറാണ്. നൂർ ജലീൽ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിന്, എന്റെ കൂടെയുള്ള ഒരു കോച്ചിന്റെ പ്രോഗ്രാമിന് വന്ന സമയത്ത് ആള് പറയുന്നുണ്ട്, ആളെ കാല് രണ്ടും എന്താണ്? ആർട്ടിഫിഷ്യൽ കാലാണ്. ഓക്കെ, കാലില്ല. അപ്പം ഈ കാലിന് മാത്രം ആൾക്ക് ഏകദേശം 12 ലക്ഷം അങ്ങനെ എന്തോ ആയിട്ടുണ്ട്, 2 കാല് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? കാലുണ്ട്. ഓക്കെ, ആ 12 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ അതിനേക്കാൾ വാല്യൂ ആയിട്ടുള്ള കാലുള്ളതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഈ കാല് ഞാൻ സെറ്റാക്കിയതാണ്? നോ, ആരോ എനിക്ക് തന്നതാണ്.
ആൻഡ് ഓൾസോ ഈ ജീവിതം പോലും എന്തല്ല നമ്മളേതല്ല മീൻസ് ഞാൻ പറയുന്നത് ആ രീതിയിൽ ഉൾക്കൊള്ളണം കേട്ടോ. നമുക്ക് മറ്റാരോ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് എന്ത് ഈ ജീവിതം, അല്ലെ? നിങ്ങൾ ആരെങ്കിലും ചൂസ് ചെയ്തതാണോ? ആ 2025 സമയത്ത്, അല്ല 2004 സമയത്ത്, 2005 സമയത്ത്, അല്ലെങ്കിൽ 2000 സമയത്ത് എന്ത് ചെയ്യണം? ജനുവരി 31 ഞാൻ ജനിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്തതാണോ ഈ ബർത്ത്? ഈ ജനനം നമ്മൾ ചൂസ് ചെയ്തതാണോ? നോ. ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാ. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു ഗിഫ്റ്റ്. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു മാസ്റ്റർ ടോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സമ്മാനം, അതുപോലെ തന്നെ പരീക്ഷണം, അതുപോലെ തന്നെ അലങ്കാരം. നമുക്ക് കിട്ടുന്ന എല്ലാ സംഗതികളിലും അതൊരു സമ്മാനമാണ്, അതൊരു അലങ്കാരമാണ്, അതൊരു പരീക്ഷണമാണ്. നമ്മൾ എന്നുള്ളത് നമുക്കൊരു അലങ്കാരമാണ്, അതൊരു പരീക്ഷണം കൂടിയാണ്. അപ്പോ സി, ആരോ ഒരാള് അല്ലെങ്കിൽ ആ ഡിവൈൻ ലവിൽ നിന്ന് നമ്മൾ വന്നതാണ്. എങ്ങനെ? ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാണ്. അപ്പോ ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ആളോട് ഒരു ഇഷ്ടം ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ്, ഇപ്പൊ ഇന്ന് മാസ്റ്റർ ടോക്കിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും ഞാനൊരു iPhone 16 Pro ഗിഫ്റ്റ് ആയിട്ട് തരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നോടൊരു ഇഷ്ടം ഉണ്ടാവില്ലേ? ഓക്കെ, നാളെ മുതൽ ഇതിൽ ആള് കൂടും, അല്ലേ? ആൾ എന്തായാലും കൂടും. നിങ്ങളൊക്കെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തും, നിങ്ങളെ ഫാമിലി ഒക്കെ എന്തായാലും ഉണ്ടാവും. ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തന്നു, അതോടുകൂടി നിങ്ങൾക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടാവും. നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ സെഷൻ ഇരിക്കാൻ വന്ന് മാത്രം വെച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നു. ഓക്കെ, അപ്പം ഐഫോൺ 16 Pro എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിൽ ചില ആൾക്കാരെ കണ്ണൊക്കെ തെളിയുന്നുണ്ട്, അതുപോലെ ഫേസ് ഒക്കെ മാറുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 16 Proന്റെ റേറ്റ് ഇപ്പൊ എത്ര? മാക്സിമം 2 ലക്ഷം, അല്ലേ? മാക്സിമം 2 lakh. ഓക്കെ, ഈ 2 ലക്ഷം രൂപ വിലയുള്ള ഫോണിനേക്കാൾ വേർത്തി ആയിട്ടുള്ള വിലയുള്ള സാധനങ്ങളാണ് നിങ്ങളെ ഈ ഒരു കണ്ണും, അതുപോലെ നിങ്ങളെ ഹൃദയം ഉള്ളിലുള്ള ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ. Okay. അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നിട്ടുള്ള ആളുമായിട്ട് നിങ്ങൾ എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം? നിങ്ങളെ ഫാമിലിനെ മുഴുവൻ നിങ്ങൾ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? വേണ്ടേ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു iPhone 16 Pro തന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ടീമുണ്ട്, ടീം MJMലെ ഒരാളുണ്ട്, അങ്ങനെ അവിടുത്തെ കോച്ചാണ്, അവിടുത്തെ കോച്ചിനുമായിട്ട് ഞാൻ ഇങ്ങനെ കണക്ഷൻ വന്നു, അങ്ങനെ ഞാൻ ആളെ ഒരു മാസ്റ്റർ ടോക്ക് എന്നുള്ള പ്രോഗ്രാമിൽ കയറി. അപ്പോഴാണ് ആൾ എനിക്ക് എന്ത് തന്നത്? ഇത് തന്നത്. ഞാൻ ഉമ്മനോട് പോയി പറയും, സന്തോഷത്തോട് പോയി പറയും, ഉപ്പനോട് പോയി പറയും, പോണ സമയത്ത് ഫ്രണ്ട്സിനോട് പോയി പറയും, ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യും. വൈ? നമുക്ക് കിട്ടിയത് ഗിഫ്റ്റ് ആണ്, നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് എല്ലാവരുടെ അടുത്തും പോയി പറയും. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ കാഴ്ച ശക്തി, കേൾവി ശക്തി, ഇതൊന്നും ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. ബട്ട് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ, ഇത് എന്റെ ഗിഫ്റ്റ് ആണ്. ഈ ഗിഫ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയണം. ആൻഡ് ഓൾസോ ഇത് ഗിഫ്റ്റ് കിട്ടിയ സംഗതി നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോടും കൂടി ഷെയർ ചെയ്യണം. എങ്ങനെ? ആ ഡിവൈൻ ലവ് ആയിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, ലവ് നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും? എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെ ലവ്? ഓക്കെ, ഈ ലവ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങളെ കരിയറുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളെ കരിയറിൽ ഏത് ജോബ്, ഇപ്പൊ ഞാൻ നമ്മളെ ഈ ഒരു ലൈഫ് കീല് കരിയർ എന്നുള്ള ഏരിയ ചൂസ് ചെയ്യാൻ കാരണം, നിങ്ങൾ ഡോക്ടർ ആവണോ, MBBS എടുക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയർ ആവണോ, വക്കീലാവണോ, ഇതൊന്നും പറയാനല്ല. നിങ്ങളെ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം. ഒന്ന്, അതിലൊന്ന് പേർപ്പസ്. നിങ്ങളെ പേർപ്പസ് ആയിട്ട് അത് അലൈൻ ചെയ്യണം, അതിൽ ലവ് ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. ഓക്കെ, ഈ പേർപ്പസ് ആയിട്ട് നിങ്ങൾ അലൈൻ ചെയ്യാതെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല മീൻസ് നിങ്ങൾക്ക് ചിലപ്പം ഹൈ സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഇതല്ല ഞാൻ ചെയ്യേണ്ടത്, സംതിങ് വേറെ എന്തോ ഒന്നാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഫീൽ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇഷ്ടത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പാഷനാന്ന് പറയാറുണ്ട്. ഓക്കെ, ആൻഡ് ആ ഇഷ്ടത്തിന്റെ കൂടെ നമ്മൾ എന്താ പറയാ, ആ സ്നേഹം, ഡിവൈൻ സ്നേഹം, നമ്മൾ ആ ഗിഫ്റ്റ് തന്ന ആളുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മളെ പേർപ്പസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ നിങ്ങളൊരു കരിയർ ഏത് ചൂസ് ചെയ്താണെങ്കിലും അതിൽ ആ കരിയറിൽ എന്തുണ്ടാവണം? നിങ്ങളെ പേർപ്പസ് ആയിട്ട് എന്ത് ചെയ്യണം? അത് അലൈൻ ചെയ്യണം എന്നുള്ളതാണ്. ആ പേർപ്പസ് നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേർപ്പസാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫിംഗർ പ്രിന്റ് അല്ലേ? അല്ലേ? ഇപ്പം എന്റെ കണ്ണ് സ്കാൻ ചെയ്യണതും ഇതിലുള്ള ഒരാളെ കണ്ണ് സ്കാൻ ചെയ്യണതും ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? ഇപ്പൊ ഫേസ് ലോക്ക് ഒക്കെ ഓപ്പൺ ആവുന്നത് അങ്ങനെയല്ലേ? എന്റെ ഫിംഗർ പ്രിന്റ് ആർക്കും ഇല്ല. അപ്പം എന്റെ അതേ കരിയർ തന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ടുള്ള ടാലൻസ് ആണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും യുണീക്ക് ആയിട്ടുള്ള സ്കില്ലാണ്. അതെന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? നമ്മൾ എങ്ങനെ അത് കണ്ടെത്തുക? നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള നിങ്ങളെ പേർപ്പസ് നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്?
വിട്ടു തന്നിട്ടാണ് ആൾ എന്ത് ചെയ്തത്, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഗിഫ്റ്റ് തന്ന് അയക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് മേലെ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം, ഇതെന്തിനൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, അത് എഴുതി തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, നമുക്ക് വായിക്കാൻ പറ്റണം. അതെന്ത് ചെയ്യണം, വായിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ പുസ്തകം കണ്ടെത്തണം. ആ പുസ്തകം കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിരിക്കുന്ന സ്ഥലം അറിയണം. അതിരിക്കുന്ന സ്ഥലം കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കണം, നമ്മളെ ഹാർട്ട് പ്യൂരിഫൈ ചെയ്യണം. ഇപ്പം ഈ പ്രവാചകന്റെ ഒക്കെ കഥ പറയുന്ന സമയത്ത് നമുക്കറിയാം, ഒരു പ്രവാചകൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഓടിക്കളിക്കുന്ന സമയത്ത് മാലാഖമാര് വന്നിട്ട് പ്രവാചകന്റെ ഒരു സാധനം എടുത്തിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി അവിടെ തന്നെ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സംതിങ് ഒരു എലമെന്റ് നമ്മുടെ ഉള്ളിൽ നന്നായാലും നമ്മൾ കംപ്ലീറ്റ്ലി നന്നായിരുന്നു, സംതിങ് ഒരു എലമെന്റ് നമ്മുടെ ഉള്ളിൽ കംപ്ലൈന്റ് ആയാലും നമ്മൾ കംപ്ലീറ്റ്ലി കംപ്ലൈന്റ് ആയെന്നും ദൈവം പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഒരു അവയവം നന്നായാൽ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി നന്നായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഒരു അവയവം കേടെന്നാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി കേടാണെന്നും ദൈവം പറയുന്നുണ്ട്. ഓക്കെ, ആ അവയവത്തിനുള്ളിലാണ്, അല്ലെങ്കിൽ ആ അവയവം എന്നുള്ളത് നിങ്ങളെ കംപ്ലീറ്റ്ലി ബോഡി ആയിട്ട് എടുത്തോളൂ. ഓക്കെ, നിങ്ങളെ മനസ്സായിട്ട് എടുത്തോളൂ, നിങ്ങളെ മനസ്സിൽ എന്ത് തന്നെ ആയിട്ട് എടുത്തോളൂ. ആ മനസ്സാണെങ്കിൽ ആ മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ട്, നിങ്ങളെ യഥാർത്ഥ പേർപ്പസ് ഉണ്ട്. നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട് നിങ്ങളെ യഥാർത്ഥ പേർപ്പസ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ആ ഹൃദയം ശുദ്ധീകരിക്കണം. കാരണം അതിനുള്ളിൽ ഒരുപാട് എലമെന്റ്സ്, ആവശ്യമില്ലാത്ത ഒരുപാട് എലമെന്റ്സ് കയറി ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെ ലൈഫിൽ സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്നത്, നമ്മളെ ലൈഫിൽ എന്താ പറയാ ഡൗട്ട് വരുന്നത്, നമ്മളെ ലൈഫിൽ ഫിയർ വരുന്നതൊക്കെ ഇതുകൊണ്ടാണ്, ആ ഡിവൈൻ ലവ് കുറയുന്നത് കൊണ്ടാണ്. ഓക്കെ, ദെൻ മറ്റൊരു കോട്ട് വരുന്നത്, ഇപ്പൊ നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തത് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് മൈ നെയിം, എന്റെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ്, അവനാണ്. ബാക്കിയുള്ളതൊക്കെ അവനാണ്. ഞാൻ എന്നത് എന്റെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവനാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം അവന്റേതാണ്. അവന്റേതാന്ന് പറയുമ്പോൾ ഇതൊക്കെ അവനാണ്, ഞാൻ അവന്റെ ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, ദെൻ എന്റെ ഗൈഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ്, അവനവൻ ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവൈൻ എന്നുള്ള ഏരിയയാണ്. അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സംഗതിയാണ് എന്ത്, ദൈവത്തെ കുറിച്ച് അറിയണമെന്ന്, അല്ലേ? ദൈവത്തെ കുറിച്ച് അറിയണോ? അറിയണോ? ഓക്കെ, ഗുഡ്. സി, ദൈവത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് അവനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവനവനെ കുറിച്ച് അറിയുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവനറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അവനവനെ കുറിച്ച് അറിയുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവനറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഗെയിൻ ഞാൻ പറഞ്ഞ സംഗതിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. നമ്മൾ നമ്മളെ സെൽഫിനെ കുറിച്ചിട്ട് നല്ല ബോധ്യം അല്ലെങ്കിൽ ബോധം ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ നമ്മളെ സെൽഫിനെ കുറിച്ച് പഠിക്കണം, നമ്മൾ എന്താന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം, നമ്മളെ ഹൃദയം എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നമ്മളെ കുറിച്ചിട്ട് കംപ്ലീറ്റ്ലി അറിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അവനെ കുറിച്ചിട്ട്, അല്ലേ? സി, ഇപ്പം നമ്മളൊരു കടലിലെ വെള്ളം നമുക്ക് ടെസ്റ്റ് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യുക, കടലിലുള്ള മുഴുവൻ വെള്ളം എടുത്തിട്ടാണോ ടെസ്റ്റ് ചെയ്യുക? അല്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുക, അതിനൊരു തുള്ളി എടുത്ത് ഇതിനൊരു സാമ്പിൾ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, കടലിൽ എന്തൊക്കെയാണ്, എന്തൊക്കെ സംഗതികൾ അതിലുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? കടല് മൊത്തമായിട്ട് എടുത്തിട്ട് പഠിക്കൊന്നും വേണ്ട, അതിലൊരു ചെറിയൊരു പാട്ട് എടുത്തിട്ട് പഠിച്ചാൽ മതി. അതുപോലെ ആ ദൈവിക സ്നേഹം എന്നുള്ളത് പഠിക്കാൻ നമ്മൾ വേറെങ്ങോട്ടോ ഓടിപ്പോ, അല്ലെ ദൈവത്തെ കണ്ടെത്താൻ വേറെങ്ങോട്ടോ ഓടിപ്പോണ്ട. ദൈവം പറയുന്നു ഞാൻ നിന്റെ കണ്ടനാളത്തോളം അടുത്തുണ്ട് എന്ന്. ഇതാ ഇവിടെ ഉണ്ട് എന്നാണ് ദൈവം പറയുന്നത്. പക്ഷെ നമ്മളിപ്പോഴും ദൈവത്തെ തേടി എവിടെ പോവാണ്, പലയിടങ്ങളിൽ തേടി അലിഞ്ഞുകൊണ്ടിരിക്കുക. വൈ? ദൈവം പറയുന്നു ഞാൻ നിന്റെ ഹൃദയത്തില്, നല്ല പ്യൂരിഫൈ ആയിട്ടുള്ള, നല്ല പ്യൂരിറ്റി ഉള്ള ഹൃദയത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കുടികൊള്ളുന്നത്. ദൈവം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സാക്ട്ലി നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരു പേഴ്സണെ നോക്കിയാൽ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ, നമ്മളെ കണ്ണിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് വന്നിട്ടുണ്ട്, നമ്മളെ കണ്ണിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളെ ഉള്ളിലുള്ള ഹൃദയത്തിനുള്ളിലുള്ള ദൈവത്തെ നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പൊ നമ്മളുള്ളിലെ ദൈവത്തിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, എഗെയിൻ ബാക്ക് ടു മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മളെ ഹൃദയം ശുദ്ധീകരിച്ചിട്ട് ആ ദൈവിക സ്നേഹം, ഓൾറെഡി അതിൽ ഹൃദയത്തിലുള്ള ദൈവിക സ്നേഹം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അവനെ അറിയണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, നമ്മളെ കുറിച്ചിട്ടാണ്. അവനവനെ അറിയുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവനെ അറിയാൻ പറ്റുള്ളൂ. കടലിനെ കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കടലിന്റെ ഒരു സാമ്പിൾ എടുത്താൽ മതി എന്ന് പറയുന്ന പോലെ ദൈവത്തിനെ കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ദൈവത്തിന്റെ ഒരു സാമ്പിൾ ആണ് ഞാൻ, അല്ലെ?
ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പം ദൈവത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ, ദൈവത്തിന്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നെ കുറിച്ചിട്ട് പഠിച്ചാൽ മതി. സി, ദൈവത്തിന്റെ ഒരുപാട് ക്വാളിറ്റീസ് മനുഷ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് എന്ത്? ദൈവം ഭയങ്കര വിശാല ഹൃദയനാണ്. നല്ല രീതിയിൽ മാപ്പ് നൽകുന്ന ആളാണ് ദൈവം, അല്ലെ? സൃഷ്ടാവ് എത്രയും നിങ്ങൾക്ക് മാപ്പ് തരും. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റെല്ലാം പൊരുത്ത മീൻസ് നിങ്ങൾ പൊറുക്കലിനെ തേടുകയാണെങ്കിൽ, നിങ്ങൾ ഫോർഗീവ്നെസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം അതെല്ലാം നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്തിട്ട് ദൈവത്തിന്റെ ഇഷ്ടദാസനായിട്ട് നിങ്ങളെ മാറ്റും, അല്ലെ? മനുഷ്യന്മാർക്ക് ആ ക്വാളിറ്റി ഇല്ലേ? ഓക്കെ, നിങ്ങൾ സ്നേഹത്തോടു കൂടി ഒരുപാട് ആളുകൾക്ക് നല്ല സംഗതി അവർ ചെയ്തിട്ടുള്ള ഒരുപാട് സംഗതികൾക്ക് അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കാറില്ലേ? മാപ്പ് കൊടുക്കാറില്ലേ? ആ, അത് പ്രശ്നമല്ല, എന്റെ ചെങ്ങാതിയല്ലേ, ഓക്കെ, പ്രശ്നമല്ല. അല്ലെങ്കിൽ അവൻ എന്റെ കമ്പനിക്കാരനല്ലേ, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ പാരന്റ്സ് അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് മാപ്പ് കൊടുക്കാറില്ലേ? എന്റെ മക്കളല്ലേ എന്നൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ടാ? സി, ആ ഡിവൈൻ ലവിന്റെ ഒരു ചെറിയ കോപ്പിയാണ് നമ്മുടെ ഉള്ളിൽ. കാരണം നമ്മൾ അവിടുന്ന് എന്തുകൊണ്ട് തന്നെ അതിന്റെ ഒരു കോപ്പി പേസ്റ്റ് ആണ് നമ്മൾ. അപ്പോ അവൻ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ നല്ല പോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മളെ കുറിച്ചിട്ടാണ്. നമ്മൾ നമ്മളെ സെൽഫിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇതാണ് മൂന്നാമതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അവനവനെ അറിയുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവനെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇന്നത്തെ ലാസ്റ്റ് കോട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ഞായറാഴ്ച വരെ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ലൈഫിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കോട്ടാണ്. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. സി, ലൈഫിൽ നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിലും, എത്ര ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ഹോപ്പും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി, നിങ്ങളുടെ ഉള്ളിൽ ഓൾവേസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ എന്നുള്ളത് ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ എന്നുള്ളത് ഒരു ഗിഫ്റ്റ് ആണ്. ഈ ഗിഫ്റ്റ് അയച്ചിട്ടുള്ള ഒരാളുണ്ട്. ആളുമായിട്ട് നിങ്ങൾക്കുള്ള ഒരു കണക്ഷൻ, ദാറ്റ് മീൻസ് കോട്ട് ഇങ്ങനെയാണ് വരുന്നത്: ഇതുവരെ നിന്നെ ആരാണോ നയിച്ചത് അവൻ തന്നെ ഇനിയും നിന്നെ നയിക്കും എന്നുള്ളൊരു ഉത്തമ ബോധ്യം. ഭൂമിയുടെ കോട്ടാണ്. ഇതുവരെ നിന്നെ ആരാണോ നയിച്ചിട്ടുള്ളത് അവൻ തന്നെ എന്ത് ചെയ്യും? ഇനിയും നിന്നെ നയിക്കും. ഈ ഒരു കോട്ട് മാത്രം മതി നമ്മുടെ ഉള്ളിൽ പല പ്രശ്നങ്ങളും നീങ്ങാനും, നമ്മളിപ്പോ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സമയത്തു നിന്നൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാനൊക്കെ. സി, പോരെ? നമുക്ക് ആ ഒരു ഹോപ്പ്, ആ ഒരു ബിലീഫ്, ഇപ്പം ഈ ഒരു ഡിവൈൻ ലവിന്റെ, ഇപ്പം എൻ്റെ അടുത്ത് ലാസ്റ്റ് വന്ന ഒരു ക്ലയന്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആള് വന്നതെന്ന് വെച്ചാൽ ആൾക്ക് ലൈഫിൽ ഒരു ഹോപ്പ് ഇല്ല. ആൾക്ക് ലൈഫിൽ ഒരു ഹോപ്പും ഇല്ല ഇനി. അപ്പം ആ ഹോപ്പില്ലാത്ത അവർക്ക് ഉള്ളൊരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു സോഴ്സ് ആയിട്ട്, ആ ഒരു യൂണിവേഴ്സൽ പവർ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോണത്. നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും നമ്മളെ കൂടെ ആളുണ്ടായിക്കോണമെന്നില്ല. ഓക്കെ, നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് എപ്പോഴും നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാനും പറ്റിക്കോണമെന്നില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും എന്താ പറയാ, ബെസ്റ്റ് ആയിട്ട് നമ്മളെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു ഹോപ്പ്, ഒരു വിശ്വാസം എന്നുള്ളത്, ഇറ്റ്സ് മൈ ഡിവൈൻ, ഞാനും എൻ്റെ രക്ഷിതാവും. ആ കണക്ഷൻ ആയിരിക്കണം ഫുൾ ടൈം നമ്മളുള്ളിൽ ഒരു ഹോപ്പായിട്ട്, ഒരു സ്ട്രോങ് ബോണ്ടായിട്ട് നമ്മളുള്ളിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഒരു ബിലീഫ് ഉണ്ടാവും. ഇപ്പം നമ്മൾ നമ്മളെ ഉപ്പനോട് അല്ലെങ്കിൽ നമ്മളെ അച്ഛനോട് പറയാണ്, അച്ഛൻ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ പറയാണ്, അച്ഛ തിരിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉപ്പ നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചെറിയ മിഠായി കൊണ്ടുവരുന്നേ, ഓക്കെ, അല്ലെങ്കിൽ ചെറിയൊരു സാധനം കൊണ്ടുവരുന്നേ നമ്മൾ പറയാണ്. സി, ഉപ്പ തിരിച്ചു വരുന്ന സമയത്ത് അത് മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും വാങ്ങിക്കൊണ്ടിരും, ഇല്ലേ? ഓക്കെ, നിങ്ങളത് കൊടുത്താൽ, മീൻസ് ആ ഒരു നിങ്ങളൊരു ആവശ്യം പറഞ്ഞു കൊടുത്താൽ അത് കൊണ്ടുവരില്ല അല്ലെങ്കിൽ തരില്ല എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവില്ല. നമ്മളെ രക്ഷിതാക്കളോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിലൊരു ഡൗട്ടും ഫിയറും പിന്നെ നമുക്ക് ഉണ്ടാവില്ല. അവരത് ചെയ്തു തരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ ഒരു ബിലീഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിന്റെ ഒരു 70 മടങ്ങ് ബിലീഫെങ്കിലും എന്ത് വേണം? നമുക്ക് നമ്മളെ സൃഷ്ടാവായിട്ട് വേണം. കാരണം ഇത്ര വലിയ സൂര്യനെ സൃഷ്ടിച്ചിട്ട്, ഇത്ര വലിയ ഭൂമിയെ സൃഷ്ടിച്ചിട്ട്, ഇത്ര വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട്, ഇത്ര വലിയ മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ട്, ഇത്ര വലിയ ഭൂമി നല്ല രീതിയിൽ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്ക് എൻ്റെ ഒരു ആഗ്രഹം വളരെ നിസ്സാരമാണ്. ഓക്കെ, ചിലപ്പോൾ എൻ്റെ ആഗ്രഹം ഒരു എക്സാം പാസ്സാവേ, അല്ലെങ്കിൽ ഒരു ഇന്ന സ്ഥലത്ത് ടൂറ് പോവേ, അല്ലെങ്കിൽ ഇന്ന സംഗതി നടന്നു പോവേ, ഒരു വീട് വെക്കേ, അങ്ങനെ ചെറിയ ചെറിയ കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളത്. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ട് ദൈവത്തിന് എന്ത് ചെയ്യും? ചെറുതാക്കും. അപ്പോൾ നിങ്ങളെ മനസ്സിന്റെ വലുപ്പത്തിലേക്ക് ദൈവത്തിനെ കുത്തി നിറക്കാതെ, നിങ്ങളെ ഹൃദയം വിശാലമാക്കിയിട്ട് ദൈവികമായിട്ടുള്ള ഒരു വിശാലതയിലേക്ക് നിങ്ങളെ ഹൃദയത്തിന് എന്ത് ചെയ്യാൻ പറ്റണം? വലുതാക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ദൈവം ഈ ഒരു ഇതിങ്ങനെ വിശാലമായിട്ട് വരാനുള്ള ഒരു സംഗതിയാണ് എന്ത്? ഹോപ്പ്, വിശ്വാസം, ബിലീഫ്, ഈമാൻ, എന്തും പറയാതെ. എന്താണ്?
എന്നെ ഇതുവരെ ആരാണോ നയിച്ചത് അവൻ തന്നെ ഇനിയും മുന്നോട്ട് നയിക്കും. ഇപ്പൊ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാലം നിങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടാണ്. നിങ്ങളൊരു 5 ഇയർ ഒന്ന് ബാക്കോട്ട് എടുത്ത് നോക്കിയേ. 5 വർഷം മുമ്പ് നിങ്ങൾ ഏത് ലെവലിലായിരുന്നു? അങ്ങനെ ആലോചിക്കുമ്പോ അന്ന് ഞാൻ ഇങ്ങനെ 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 ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കൽ പോലും എന്താ പറയാ വിചാരിക്കാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഹാപ്പൻഡ്, നടന്നിട്ടുണ്ടാവും. നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇതൊക്കെ എനിക്ക് ബോണസ് ആയിട്ട് കിട്ടിയതല്ലേ, ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അല്ലെ ഞാൻ അന്ന് അതാ ചോദിച്ചത് അതിനേക്കാൾ വലുത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഏരിയ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. എപ്പോ ക്രിട്ടിസൈസ് ചെയ്യാതെ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു വൈബ്രേഷനിൽ നമ്മൾ ഇത് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് മനസ്സിലാവും. അതെന്തുകൊണ്ടാ, നമ്മളൊരാൾ നയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, അല്ലെ, നമ്മളൊരാൾ നയിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെഷൻ കേൾക്കുന്നുണ്ട്, എല്ലാവരും സെഷൻ കേൾക്കുന്ന സമയത്തും ഞാനൊരു ചെറിയൊരു ഇപ്പൊ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടില്ലേ, ഒരു 2 to 3 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടില്ലേ, ഈ സമയത്തും നിങ്ങൾ ശ്വാസം എടുക്കുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ആരെങ്കിലും കോൺഷ്യസ്ലി അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കുന്നുണ്ടോ? നോ, ഇറ്റ്സ് വർക്ക്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ദഹന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സെഷന് കയറുന്നതിന് തൊട്ട് മുമ്പ് അടിച്ച് കയറ്റി അൽഫാമും മന്തി എന്ത് ചെയ്യുന്നുണ്ടാവും, ദഹനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളെ ബ്ലഡിലേക്ക് ഒരുപാട് സംഗതികൾ എത്തുന്നുണ്ട്. നിങ്ങളെ ബ്ലഡ് നിങ്ങളെ ബോഡിയിലെ വേസ്റ്റ് എടുത്തു കൊണ്ടുവന്നിട്ട് അത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ബോഡിയിൽ ഹൃദയം ഇങ്ങനെ 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 ഇടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളെ വൃക്ക ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ശ്വാസകോശം ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇതിനൊക്കെ നയിക്കുന്ന ഒരാൾ നമ്മളെ ഉള്ളിലുണ്ട്. ഓക്കെ, ഈ സംഗതികളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ നമ്മളെ ഉള്ളിൽ തന്നെ ഒരുപാട് സംഗതികൾ നാം അറിയാതെ നമ്മളുടെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അവൻ തന്നെ ഇനിയും ഈ സംഗതിയൊക്കെ നടത്തി തരും. ഓക്കെ, അവൻ തന്നെ ഇനിയും ഈ സംഗതികളൊക്കെ സെറ്റാക്കി തരും. എന്റെ ലൈഫിൽ എല്ലാ ആവശ്യങ്ങളും അവൻ പൂർത്തീകരിച്ചു തരും എന്നുള്ളൊരു ബോധ്യം എന്ത് വേണം, നമുക്കുള്ളിൽ വേണം. എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. അതാണ് ആ ഡിവൈൻ ഒരു വിശ്വാസം എന്നുള്ളത്. ഇപ്പൊ നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക അല്ലെങ്കിൽ പെട്രോൾ കഴിഞ്ഞിട്ടൊക്കെ കുടുങ്ങുമ്പോൾ നിങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെ നിങ്ങൾ വിളിക്കുക. പിന്നെ പെട്രോൾ കഴിഞ്ഞാണ്, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞാൽ അവർ ഫോൺ കട്ടാക്കിയാൽ എന്താണ്, പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്തിനു വേണ്ടിയിട്ട്? അപ്പോൾ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഓഫ് ഫിയർ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും, ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവന് വരുന്നവരെ ഇങ്ങനെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മളൊരു ആവശ്യം പറഞ്ഞാൽ നമുക്കൊരു ബിലീഫ് വേണം, ഒരു വിശ്വാസം വേണം. ഇറ്റ്സ് ഹാപ്പൻഡ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ രക്ഷിതാവിനോടാണ്. അതെന്തായാലും എന്ത് ചെയ്യും, എന്റെ രക്ഷിതാവ് നടത്തി തരും. കാരണം എന്നെ ഇതുവരെ നയിച്ചിട്ടുള്ളത് ആരാണോ അവൻ തന്നെയാണ് ഇനിയും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് മാറണമൊന്നുമില്ല, അവൻ തന്നെയാണ് ഇനിയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂര്യൻ ആരാണോ നയിക്കുന്നത് അവൻ തന്നെയാണ് എന്നെ നയിക്കുന്നത്. എല്ലാ ദിവസവും കൃത്യസമയത്ത് സൂര്യൻ വരുന്നുണ്ട്, എല്ലാ ദിവസവും കൃത്യസമയത്ത് സൂര്യൻ പോകുന്നുണ്ട്. ഇതിങ്ങനെ റൊട്ടേഷനിൽ ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട്. ചന്ദ്രൻ വരുന്നുണ്ട്, ചന്ദ്രൻ പോകുന്നുണ്ട്. ഓക്കെ, മരങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നുണ്ട്. ഒരുപാട് മൃഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് മൃഗങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, ഇതെല്ലാം നോക്കുന്ന ഒരാളുണ്ട്. ആള് തന്നെയാണ് ഇനിയും നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇതൊക്കെ ഇത്ര ഭംഗിയായിട്ട് ആൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ നോക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള സംഗതിയാണ്. എന്നെ ആള് നോക്കിക്കോളും എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് വേണം. ഓക്കെ, അപ്പൊ അതാണ് 4ാമത്തെ റൂമിയുടെ കോട്ട്. ഇതുവരെ എന്നെ ആരാണോ നയിച്ചിട്ടുള്ളത് അവൻ തന്നെ എന്ത് ചെയ്യും, എന്നെ ഇനിയും നയിക്കുന്നുള്ള ഒരു ഹോപ്പ്. ആൻഡ് ഓൾസോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ള ഒരു സംഗതി, ഈ നിങ്ങൾ എടുക്കുന്ന മോട്ടിവേഷൻ. ഓക്കെ, ആക്ച്വലി നമ്മൾ മോട്ടിവേഷൻ ഡിസ്കസ് ചെയ്യാറില്ല. മോട്ടിവേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ചില ആളുകൾ മീൻസ് മോട്ടിവേഷൻ എന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോട്ടീവ് പ്ലസ് ആക്ഷൻ ആണ്. ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് മോട്ടീവ് കൊടുക്കുക. ഓക്കെ, അപ്പം മോട്ടിവേഷൻ എടുക്കാൻ നിൽക്കുന്ന അധിക ആളുകളും അതിങ്ങനെ കേട്ടോണ്ടിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, പോന്നോട്ടെ, ഇനിയും പോന്നോട്ടെ, വേറെ എന്തോണ്ടോ അതും പോന്നോട്ടെ, ഈ രീതിയിൽ ഇത് കേട്ടിട്ട് ടോക്സിക് മോട്ടിവേഷൻ ആക്കിയിട്ട് ഇതിനെ മാറ്റരുത്. ദാറ്റ് മീൻസ് എല്ലാ കാര്യവും ഇപ്പൊ ദൈവം ചെയ്യൂലേ, അപ്പൊ ഇനിയിപ്പോ ഞാനൊന്നും നോക്കണ്ടല്ലോ, ഇന്ന ഇതുവരെ നയിച്ചതാരോ അവൻ തന്നെ നയിച്ചോട്ടെ, ഇന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യാം, പണിക്കൊന്നും പോകുന്നില്ല, അല്ല ഇന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പഠിക്കാനൊന്നും ഇരിക്കുന്നില്ല, എക്സാമിനുള്ള മാർക്കൊക്കെ എന്ത് ചെയ്തോട്ടെ, ദൈവം തന്നെ തന്നോട്ടെ. ഓക്കെ, ദിസ് ഈസ് ദ അൺകോമൺ സെൻസ്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ബോധമാണ് കോമൺ സെൻസ്. അത് വർക്ക് ചെയ്യണം ഇവിടെ. ഓക്കെ, ചിലതിനുള്ള കഴിവ് ദൈവം നമ്മളുള്ളിൽ
തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് നല്ല ദാഹമുണ്ട്, വെള്ളം കുറച്ച് ദൂരത്തല്ല ഞാൻ ആ വെള്ളത്തിന് നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ഓ ദൈവമേ, ആ വെള്ളം ഒന്ന് കിട്ടണേ, എനിക്ക് കുടിക്കണേ. ഇതുവരെ എനിക്ക് വെള്ളം തന്ന ദൈവമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഗ്ലാസ്സുള്ള വെള്ളം ദൈവം തന്നെ തരുന്നു പറഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നാല് ഇവിടെ ഇരിക്കുള്ളൂ. അപ്പം ആ വെള്ളം പോയി എടുക്കാനും ആ വെള്ളം കുടിക്കാനുള്ള സകലമായ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഫുൾ സിസ്റ്റം നമ്മളെ അടുത്ത് തന്നിട്ടുണ്ട്. അത് നമ്മൾ തന്നെ എടുക്കണം. ഓക്കെ. അപ്പൊ ചില ആക്ഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ എടുത്തു പോകണം. ആക്ഷൻ എടുത്തിട്ടാണ് റെസ്റ്റ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ പെട്രോൾ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കാൻ എന്ത് ചെയ്യും, എന്റെ ഫ്രണ്ടിന് ഇപ്പൊ അതറിയാം, എന്റെ ഫ്രണ്ട് എന്ത് ചെയ്തോളൂ, പെട്രോൾ കൊണ്ടുവന്നോളൂ. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവിടെ എന്ത് വർക്ക് ചെയ്യണം, നിങ്ങൾ ഫോൺ എടുക്കണം, നിങ്ങൾ നമ്പർ ഡയൽ ചെയ്യണം, ഫ്രണ്ടിനെ വിളിക്കണം, എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഫ്രണ്ട് കൊണ്ടുവരിക. അപ്പൊ അതേപോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ലൈഫിൽ നിങ്ങൾക്ക് സ്റ്റെക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്താണോ, അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. നിങ്ങളേതായിട്ട് നിങ്ങളെ ഭാഗത്ത് നിന്ന് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നിങ്ങളെ പാതി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക, അതിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റെസ്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ചെയ്യാം. ദൈവത്തോട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, എന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്റെ പരമാവധി, എന്റെ ആ പാതി കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി നിന്റെ പാതിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. പറ്റിക്കരുത് മീൻസ് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിക്കും, പക്ഷെ ദൈവത്തിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറ്റിക്കാൻ പറ്റൂല. ഓക്കെ. അപ്പോ നിങ്ങളെ പാതി കംപ്ലീറ്റ്, നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ പ്രശ്നം എന്താണോ, നിങ്ങളെ പ്രോബ്ലം എന്താണോ, ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്താണോ, എല്ലാവർക്കും ചലഞ്ചുകൾ പല രീതിയിലുണ്ടാവും. പല പല രീതിയിലായിരിക്കും ഓരോരുത്തർക്കുള്ള ചലഞ്ച്. ആ ചലഞ്ച് എന്താണോ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള സംഗതി നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാനിപ്പോ പറഞ്ഞ പോലെ സെൽഫിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളത്. എല്ലാ ഏരിയയിലും നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏത് ചലഞ്ച് ആവട്ടെ, ആ ചലഞ്ചുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് പഠിക്കുക. അപ്പൊ മനസ്സിലാവും ഈ ചലഞ്ച് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ വരുന്നത്, ഈ ചലഞ്ചിന് എങ്ങനെ എനിക്ക് മറികടക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇന്നലെ നമ്മളൊരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡയമണ്ട് മൈൻഡിന്റെ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിലാള് പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ ലൈഫിൽ വരുന്ന പ്രതിസന്ധികൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാ? സി നമ്മളെ യഥാർത്ഥ ഡിവൈൻ കണക്ഷൻ, ആ ഹോപ്പ് നമ്മുടെ ഉള്ളിൽ വരുന്നോണ്ടാണ്. ഒരു ബിലീഫ് ഉണ്ട്, എന്താണ്, ഇതെന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ സംതിങ് ഇതിലൊരു ഗിഫ്റ്റ് എനിക്ക് ഉണ്ടാവും, അതെനിക്ക് എടുക്കാൻ പറ്റുമെന്നുള്ള ബിലീഫ് ഉള്ളതുകൊണ്ടാണ്. അപ്പോ നമുക്ക് നമ്മൾ എന്ത് തന്നെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിലും അതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മളെ ഡിവൈൻ കണക്ഷൻ സെറ്റ് ആക്കുക. എങ്ങനെ? നമ്മളെ സെൽഫിനെ അറിഞ്ഞുകൊണ്ട്. അവസാന കോട്ട്, നമ്മളെ അവനവനെ അറിയുന്നതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവനറിയാൻ പറ്റുള്ളൂ. അപ്പം കൂടുതൽ നമ്മളെ സെൽഫിനെ കുറിച്ചിട്ട് പഠിക്കുക, നമ്മളെ സെൽഫിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പൊ ഇന്നത്തെ ഡേയിൽ നമ്മളെ ലൈഫ് കീന്റെ ലാസ്റ്റ് ഡേ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ഏരിയ ഉണ്ട്. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സെൽഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹെൽത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മളെ വെൽത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മളെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളെ കരിയറിൽ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തു, ആൻഡ് ഓൾസോ നമ്മളെ സ്പിരിച്വൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ 7 കാര്യം കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ സെൽഫുമായിട്ടാണ്. എല്ലാം നമ്മളെ സെൽഫുമായിട്ടാണ്, നമ്മളെ കുറിച്ചിട്ട് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, റിലേഷൻഷിപ്പ് കണക്റ്റഡ് ടു മൈ സെൽഫ്, എന്റെ ഹെൽത്ത് കണക്റ്റഡ് ടു മൈ സെൽഫ്, എന്റെ വെൽത്ത് കണക്റ്റഡ് ടു മൈ സെൽഫ്, ഈ സ്പിരിച്വൽ കണക്റ്റഡ് ടു മൈ സെൽഫ്, എന്റെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്റ്റഡ് ടു മൈ സെൽഫ്, എന്റെ കരിയർ കണക്റ്റഡ് ടു മൈ സെൽഫ്. എല്ലാം കണക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. നമ്മൾ പറയാറില്ലേ, നിങ്ങൾ ഒരാളെ ഒരു സംഗതി പറയുന്ന സമയത്ത് 4 അല്ലെങ്കിൽ 3 തിരിച്ച് എന്നിലേക്കാ ചൂണ്ടുന്നെന്ന് പറയാറില്ലേ. അപ്പൊ അതേപോലെ ഇപ്പം വേദാസിൽ പറയുന്നുണ്ട്, വിശ്വം ദർപ്പണം സദൃശ്യമായ നഗരി തുല്യം നിജം മന്ത്രഗതം. നിങ്ങൾ ചുറ്റുഭാഗത്ത് കാണുന്ന എല്ലാ സംഗതികളും, വിശ്വം ദർപ്പണം സദൃശ്യമായ നഗരി തുല്യം നിജം മന്ത്രഗതം, നിങ്ങൾ ചുറ്റിലും കാണുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ വിജയങ്ങളാണെങ്കിലും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളുമായിട്ടാണ്. നിങ്ങളെ ഇന്നർ വേൾഡ് എന്താണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ ഔട്ടർ വേൾഡ്. നിങ്ങളെ ഉള്ളിലെ ലോകം എന്താണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ പുറത്തെ വേൾഡ്. ഇപ്പൊ ഖുർആനിൽ അത് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങളെ ഉള്ളിൽ ക്ലീൻ ആക്കി, നിങ്ങളെ ഉള്ളിൽ ശരിയാക്കി, എന്നാൽ എന്ത് ചെയ്യും, നിങ്ങളെ പുറഭാഗം ശരിയാവും, നിങ്ങളെ പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്ലീൻ ആവും, ക്ലിയർ ആവും. എങ്ങനെ? നിങ്ങളെ ഉള്ളിൽ സെറ്റ് ആക്കുന്ന സമയത്ത്. അപ്പോൾ ഓൾ ആർ കണക്റ്റിംഗ് ടു നമ്മളെ ഉള്ളിൽ, നമ്മളെ സെൽഫായിട്ട്. ആ സെൽഫിനെ ക്ലിയർ ചെയ്യുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക, ഹൃദയത്തിൽ ലവ് എന്നുള്ള എലമെന്റിനെ എന്ത് ചെയ്യുക, വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഡയമണ്ട് അല്ല, നമ്മളെ ലൈഫ് കീയിലുള്ള ആളുകൾക്ക് ഇനി മെഡിറ്റേഷന്റെ സമയമാണ്. അപ്പോൾ
എല്ലാവരും മെഡിറ്റേഷന് വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മെഡിറ്റേഷൻ പ്ലേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മളൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടി ടോക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വൈൻഡ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടിരിക്കുക, കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ. മെഡിറ്റേഷന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. ഏറ്റവും സ്വസ്ഥമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാവുന്നതാണ്. ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ തമ്മിൽ കൂട്ടിമുട്ടിച്ച് മണ്ഡലമുദ്രയിൽ ഇരിക്കാവുന്നതാണ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നിങ്ങൾ ഓരോ തവണ ശ്വാസം എടുത്ത് റിലീസ് ചെയ്യുന്ന സമയത്തും കംപ്ലീറ്റ്ലി നിങ്ങളെ ബോഡി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം. ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഓരോ തവണ ബ്രീത്ത് എടുക്കുന്ന സമയത്തും ഒരു ലവ് എനർജി നിങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും ആ ലവ് എനർജി നിങ്ങളെ ഉള്ളിൽ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്നതായിട്ട്, ക്ലെൻസ് ചെയ്യുന്നതായിട്ട് കാണുക. ഈ ഒരു ലവ് എനർജിക്ക് നിങ്ങളുള്ളിൽ വരുന്ന ഒരു കളർ ഇതിന് കൊടുക്കാവുന്നതാണ്. എനി കളർ, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, യെല്ലോ. ഓരോ തവണ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങൾ ആ ഒരു ലവ് എനർജി നിങ്ങളുള്ളിലേക്ക് പ്രവേശിക്കുന്നതായിട്ടും നിങ്ങളുള്ളിൽ ക്ലെൻസ് ചെയ്യുന്നതായിട്ടും റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടേയിരിക്കുക. ഈ ലവ് എനർജി നിങ്ങളുള്ളിലേക്ക് പ്രവേശിച്ച് നിങ്ങളെ ഹൃദയത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴുകുന്നതും നിങ്ങളെ ഹൃദയം അത് ശുദ്ധീകരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ഹൃദയത്തിലൂടെ ഈ ലവ് എനർജി ഒഴുകി ഒഴുകി ആ ഹൃദയം ശുദ്ധീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ തവണ നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങളെ ഹൃദയം കൂടുതൽ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ടും ആ ലവ് എനർജി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് സ്ലോലി പതിയെ നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൽഫിനെ കാണാം. നിങ്ങളെ ഇതുവരെ നയിച്ചിട്ടുള്ള, നിങ്ങളെ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടുള്ള ആ ഡിവൈൻ പവർ, ഈ പ്രപഞ്ചശക്തി,
ഈ യൂണിവേഴ്സൽ പവർ. അതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് അറിയുന്ന ആ യൂണിവേഴ്സൽ പവറിനെ കുറിച്ചിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന നിങ്ങളെ ഹയർ സെൽഫ്, നിങ്ങളെ ബെസ്റ്റ് സെൽഫ് നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏത് രീതിയിലാണോ നിങ്ങൾ കാണുന്നത് ആ രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിങ്ങളെ ഹൃദയത്തിലുള്ള ബെസ്റ്റ് സെൽഫിൽ നിന്നും, അതായത് നിങ്ങളെ ഹൃദയം പളുങ്ക് പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയും ആ ഹൃദയത്തിൽ നിന്നും ഒരു ഗ്രീൻ ലൈറ്റ് പുറത്തേക്ക് നിങ്ങളെ ചുറ്റുപാടും നിങ്ങളിരിക്കുന്ന മുറിയിൽ മുഴുവനായിട്ട് പടരുന്നതായിട്ടും നിങ്ങളെ വീട്ടിൽ അത് മുഴുവനായിട്ട് പടരുന്നതായിട്ടും പിന്നീട് ഈ ലോകം മുഴുവൻ നിങ്ങളിൽ നിന്നും ആ സ്നേഹത്തിൻ്റെ, ആ പ്യൂരിറ്റിയുടെ ലൈറ്റ് വിത്ത് ലവ് ഒഴുകുന്നതായിട്ടും ഈ ഭൂമി മുഴുവൻ നിങ്ങളിൽ നിന്നും സ്നേഹം പടരുന്നതായിട്ട് കാണാം. നിങ്ങളെ ശ്വാസത്തിലൂടെ എടുത്തിട്ടുള്ള ആ ലവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങളെ ഹൃദയത്തെ അത് ശുദ്ധീകരിച്ച് നിങ്ങളെ ഹൃദയത്തിൽ നിന്നും അത് ഈ ഭൂമിയിലേക്ക് നിങ്ങളിലൂടെ പകരുന്നതായിട്ട് കാണുക. ഈ ലവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചതോടുകൂടി നിങ്ങളെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ അകത്ത ലോകം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും അത് പുറത്തേക്ക് പടരുന്ന സമയത്ത് നിങ്ങളെ പുറത്തെ ലോകം കംപ്ലീറ്റ്ലി അതെന്ത് ചെയ്തിട്ടുണ്ട്, ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി നിങ്ങളെ ചുറ്റുപാടും നിങ്ങൾക്കുള്ളിലും ആ സ്നേഹത്തിൻ്റെ, ദൈവികമായ സ്നേഹത്തിൻ്റെ എനർജി പടർന്ന് കംപ്ലീറ്റ്ലി അത് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻറ്റൻഷനോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പതിയെ മെഡിറ്റേഷനിൽ നിന്നും തിരിച്ചു വരാവുന്നതാണ്. ഇൻ ദി കൗണ്ട് ഓഫ് 3 നിങ്ങൾ മെഡിറ്റേഷനിൽ നിന്നും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരുന്നതാണ്. 1, 2 and 3. ഓക്കെ, എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടോ? യെസ്, ഓക്കെ, ഗുഡ്, താങ്ക് യു. അപ്പോൾ എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒന്നെന്നുള്ളത് നമ്മളെ ഡിവൈൻ എനർജി, ദൈവികമായിട്ടുള്ള പ്രകാശം നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും അത് നമ്മളെ ഉള്ളിനെ ക്ലെൻസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ആ ഡിവൈൻ എനർജി നമ്മളിലൂടെ, സ്നേഹം നമ്മൾ അനുഭവിക്കും വേണം, അത് പകർത്തി നമ്മൾ അതിന് എന്ത് ചെയ്യണം, പടർത്തുകൂടി വേണം അല്ലേ. അതിനു വേണ്ടിയിട്ട് നമ്മളിലൂടെ ആ ഹൃദയം, നമ്മളെ ഹൃദയത്തിലൂടെ, പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഹൃദയത്തിലൂടെ ആ ദൈവിക സ്നേഹം കയറി ഈ ഭൂമി മുഴുവൻ, ഈ വേൾഡ് മുഴുവൻ, നിങ്ങളെ ചുറ്റുഭാഗം മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്നേഹം നിങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇനി മുന്നോട്ട് ഓരോ ദിവസങ്ങളിലും അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്ര കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളെ ടൈമാണ്. അതിനു മുമ്പ് ജസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കോഡ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി പറയുന്നുണ്ട്. ഈ ദൈവം പറയുന്നു ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടദാസന്മാർ പറയണത്, ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ഒഴിവാക്കുന്നു, എനിക്ക് നിന്നിലേക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, ചേർന്നാൽ മതി, അലിഞ്ഞാൽ മതി,
എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, നിനക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കുന്നു എന്ന്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാല് ഞാൻ എന്നുള്ള എന്താന്ന് ചോദിച്ചാൽ എന്റെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ്, അവനാണ്. അല്ലെ? ഞാൻ എന്നുള്ളത് എന്റെ പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം അവനാണ്. ബാക്കിയുള്ളതെല്ലാം അവൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അതെല്ലാം എന്താണ്, അവന്റേതാണ്, എന്റേതല്ല. എല്ലാം നമ്മളെ സമ്പത്തും നമ്മളെ കഴിവുകളും നമ്മളെ ബോഡി കംപ്ലീറ്റ്ലി അവന്റേതാണ്. അപ്പം ഞാൻ എന്നുള്ളത് എന്റെ പേര് മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം അവനാണ്. മറ്റൊന്ന്, അവനവനെ അറിയുന്നതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവനറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അവനറിയാന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം. നമ്മളെല്ലാം വന്നത് ഒരേ പേർപ്പസിനാണ്, എന്ത്, ദൈവത്തിന് അറിയാന്നുള്ളത്. അല്ലെ? നമ്മളൊരു ഒരു ചെറിയൊരു കൂട്ടിലായിരുന്നു, പെട്ടെന്ന് നമ്മൾ ഭൂമിയിലേക്ക് പുറത്തു വന്ന് നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുക. എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ എന്തിനാ അവിടെ വന്നത് എന്ന്. അതിന് പല പല കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. അപ്പോ നമ്മളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ദൈവത്തിന് അറിയാൻ പറ്റണം. കടലിലൊരു തുള്ളി എടുത്തിട്ട് കടലിനെ പഠിക്കുന്ന പോലെ നമ്മൾ എന്നുള്ള തുള്ളി എടുത്തിട്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പഠിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം അവനെ അറിയുന്നതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവനെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊന്നാണ്, ഇതുവരെ ആരാണോ എന്നെ നയിച്ചിട്ടുള്ളത് അവൻ തന്നെ ഇനിയും എന്നെ നയിക്കും. ഓക്കെ, ഇതുവരെ എന്നെ നയിച്ചിട്ടുള്ളവൻ ആരാണോ അവൻ തന്നെ ഇനിയും എന്നെ നയിക്കും. ആ ഒരു ബോധ്യം, ആ ഒരു ബോധം എന്ത് ചെയ്യണം നമ്മളുള്ളിൽ. ഒരു ഓ, എന്താ പറയാ, നമ്മളൊരു കല്ലിലൊക്കെ കൊത്തി എഴുതി വെക്കുന്ന പോലെ നമ്മളെ ഹൃദയത്തിൽ അത് എഴുതി വെക്കാൻ പറ്റിയിട്ട് നമുക്ക് പറ്റണം. ഇതുവരെ എന്നെ ആരാണോ നയിച്ചത് അത് തന്നെ എന്ത് ചെയ്യും, ഇനിയും നമ്മളെ നയിക്കും. ചില സിറ്റുവേഷൻസിലൂടെ ഒക്കെ നമ്മളിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഭയങ്കര ലൈഫിൽ ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോയിട്ടുണ്ടാവും, ബട്ട് നമ്മൾ അതിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴും സ്റ്റിൽ വി ആർ അലൈവ്, നമ്മളിപ്പോഴും ജീവിക്കുന്നുണ്ട് അല്ലേ? ആ ടഫായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറികടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ ആരോ ഒരാൾ നയിച്ചിട്ടുണ്ട്. അവൻ തന്നെ ഇപ്പൊ നമ്മൾ ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് ചെയ്യും, അവൻ നമ്മളെ നയിക്കും, എന്നിട്ട് ആ ബെസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, അത്ര വലിയ കത്തി ജ്വലിക്കുന്ന സൂര്യനെ കൺട്രോൾ ചെയ്യണ അത്ര പണിയുണ്ടോ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? നോ. എത്ര കാര്യങ്ങളാ ഈ പ്രപഞ്ചനാഥൻ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി, യൂണിവേഴ്സൽ പവർ, നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, പടച്ചോന്നോ ദൈവമെന്നോ അല്ലാന്നോ, എത്ര കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മളെ കാര്യം നോക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം നമുക്ക് വേണം. എന്നെ ആരാണോ ഇതുവരെ നയിച്ചത് അവൻ തന്നെ എന്ത് ചെയ്യും, ഇനിയും എന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഉള്ളിൽ വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെ ലൈഫിൽ ഇത് ഉപകാരപ്പെടട്ടെ, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് അപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. എനിവേ, ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും ഞാൻ എന്ത് ചെയ്യാണ്, നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ നമ്മളെ ജസ്റ്റ് സെക്കൻഡ്, നമ്മളെ ഫസ്റ്റ് ഡയമണ്ട് മൈൻഡിലെ പാർട്ടിസിപ്പന്റ് നമ്മളെ ഷിഹാബ് സാർ ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സാറെ വെൽക്കം ചെയ്യാണ്. സാർ, ഇറ്റ്സ് പോസിബിൾ, സംസാരിക്കാൻ ഓക്കെയാണ്, ഓഡിയോ ഒക്കെ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാട്ടോ. ലൈവായിട്ട് കേൾക്കാമല്ലോ, നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ മാത്രമാണല്ലോ കേട്ടിട്ടുള്ളത്. ഓക്കെ, വൺ സെക്കൻഡ്, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ആയിരിക്കും, ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്. ഗ്രൂപ്പില് ഞാൻ അറിയുന്ന 1-2 ആൾക്കാരെ ഞാൻ കാണുന്നുള്ളൂ. എൻ്റെ പേര് ഷിഹാബാണ്, സൗദി അറേബ്യയിലാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ ഡയമണ്ട് ഗ്രൂപ്പിൽ ഞാൻ ഇതിന് മുന്നേ ജോയിൻ ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. ഇതിന്റെ മുന്നേ ആ ഒരു ഫീഡ്ബാക്ക് ഞാൻ സാറിന് വിട്ടുകൊടുത്തിരുന്നു. അത് സത്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചോദിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യും, ഇവിടെ റൂമിലെത്തിയ സമയത്ത് വിട്ടുകൊടുത്താണ്. അതുപോലെ ഇന്ന് കുറച്ച് വൈകി, ഞാനിപ്പോൾ ഈ മെഡിറ്റേഷൻ സമയത്താണ് ഇതിലെത്തിയത്. എനിക്ക് ലിങ്ക് കിട്ടാൻ കുറച്ച് വൈകിയിരുന്നു. ഗ്രൂപ്പിലിട്ടുണ്ട്, ഞാൻ ട്രാവലിങ്ങിൻ്റെ ഇനി കുറച്ച് മുന്നേ ഇവിടെ എത്തിയത്. നല്ല തണുപ്പുള്ള സ്ഥലം, അതാ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. സാറി ഇരിക്കാൻ മാതിരി ഇരിക്കല്ല. പിന്നെ ഇന്നിപ്പം 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് 2-3 എഴുതി വെക്കാൻ പറ്റിയത്. പക്ഷെ ഇതിലിപ്പം പുതിയ ആൾക്കാരാണോ അതെല്ലാവരും? പുതിയ ആൾക്കാരാണോ സാറേ? ഹലോ, ഇത് നമ്മളെ മാസ്റ്റർ ടോക്കിൽ വരുന്ന ആളുകളാണ്. ഓൾസോ നമ്മളെ ലൈഫ് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.
അപ്പൊ അതിലെ പാർട്ടിസിപ്പൻസ് ഒന്നുണ്ട് ഇതിലുണ്ട്. ആ ആ ആ അത് ശരി. ഓക്കെ ഓക്കെ. ഏതാ 100% ഇതിന് പ്രയോജനപ്പെടും, ഇതിന് കറക്റ്റായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. കാരണം എനിക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ ചെറുതായിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു. അത് തന്നെ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത അനിയന്. അതിനുശേഷം തുരിതരായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഇതുവരെ നമ്മൾ എത്തിച്ച അവർ തന്നെ നമ്മളെ നയിക്കുന്നുണ്ട്. അത് 100% കറക്റ്റാണ്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും നമ്മൾ സ്റ്റേനായി നിൽക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉറപ്പാണ്. മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഒരുപാട് അറിവ് നമ്മൾ പുറത്തുനിന്ന് പഠിച്ചിട്ടല്ല, ഇതുപോലുള്ള നമ്മളെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടോ, ഒരു പ്രശ്നം വരുമ്പോഴാണ് അതിനെ ഉപയോഗപ്പെടുത്തണം. പ്രശ്നങ്ങളില്ല എങ്കിൽ നമുക്ക് ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത മാതിരിയാകും പോവുക. പ്രശ്നങ്ങളാണ്, ഓരോ പ്രശ്നങ്ങൾ വരുന്നതനുസരിച്ച് നമ്മൾ ശ്രമിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളരാൻ വേണ്ടിയിട്ടാണ് ആ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുന്നെന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി. കാരണം ഞാൻ ഈയിടെയായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ MGM ഗ്രൂപ്പിൽ ചേർന്നത്. അതിന് മുന്നേ ഞാൻ വേറെ ക്ലാസ്സിലോ അങ്ങനെ പരിപാടികളൊന്നും ചേരാറില്ല. യാദൃശ്ചികമായിട്ട് ചിലപ്പോൾ ഞാൻ അധികമായിട്ട് ഇങ്ങനെയുള്ള സെക്ഷനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെയുള്ള നല്ല ടീമിൻ്റെ എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ അപ്പം മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയ റൂമിലേക്ക് വന്നത്. പക്ഷെ ഇത് കണ്ടപാട് ഞാൻ എന്താന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം പോവാന്ന് കരുതി. പക്ഷെ ഈ MGMന്റെ സെക്ഷൻ ആയതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. ഏതായാലും ഇതിൽ ഈ ഗ്രൂപ്പിൽ വന്ന എല്ലാവർക്കും ഞാൻ സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സാർ. സോ ഷിഹാബ് സാർ പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്താന്ന് വെച്ചാൽ ദൈവം നമുക്ക് തരുന്ന പരീക്ഷണം വേണം ലൈഫിൽ. അപ്പോൾ അതൊരു ചോദ്യമാണ്. ഒരാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ആള് നമ്മളെ പരീക്ഷിക്കോ? ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെങ്കിൽ ദൈവം പിന്നെ നമ്മളെ പരീക്ഷിക്കോ? അങ്ങനെ പരീക്ഷിക്കാൻ പറ്റുമോ? അത് തെറ്റല്ലേ? ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ പരീക്ഷിക്കോ അല്ലെങ്കിൽ നിങ്ങൾ വേദനിപ്പിക്കോ? ഇല്ല. വൈ? എന്നാല് ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ എന്തിനാണ് പരീക്ഷിക്കുന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ പരീക്ഷണം നമ്മളിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഷിഹാബ് സാർ പറഞ്ഞ സമയത്ത് എന്റെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു കഥ പറയാറുണ്ട്. കഥ എങ്ങനെയാന്ന് വെച്ചാല്, ഒരാളെ ലൈഫിൽ വലിയൊരു പ്രതിസന്ധിയായിട്ട് വലിയൊരു പാറക്കല്ല് നിൽക്കുന്നുണ്ട്. വലിയൊരു പ്രതിസന്ധി, ആളെ വീട്ടിൽ പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ത്, ആ പാറക്കല്ല്. അപ്പം ആള് ദിവസം എന്ത് ചെയ്യും, ആ പാറക്കല്ല് ഇങ്ങനെ തള്ളും, നല്ല ശക്തിയായിട്ട് കൈ വെച്ച് ഇങ്ങനെ തള്ളും, നടക്കൂല. അങ്ങനെ ഒരുപാട് ദിവസങ്ങളായിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 100 ദിവസം, വർഷങ്ങളായിട്ട് ആൾ എന്ത് ചെയ്യുന്നുണ്ട്, പോണ സമയത്ത് ഒന്ന് തള്ളി നോക്കും, തള്ളി നോക്കും, പോകില്ല. പിന്നെ ആളെ വർക്ക് കാര്യങ്ങൾ പോകും, എഗെയിൻ തിരിച്ചു വരും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറഞ്ഞ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആള് റിയലൈസ് ചെയ്യുന്നത്, പാറ ഇതുവരെ ഒരു തരി പോലും നീങ്ങിയിട്ടില്ല. ഓക്കെ, പാറ ഇതുവരെ ഒരു തരി പോലും നീങ്ങിയിട്ടില്ല. ബട്ട് ആളെ കൈ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം എന്താ, ആള് ഡെയിലി പാറ ഇങ്ങനെ തള്ളുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളെ കൈ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ദൈവം ആ പാറ അവിടെ കൊണ്ടുപോയി വെച്ചത് എന്തായിരിക്കും, ആളെ കൈ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ബിലീഫ് നമുക്ക് വേണം, ആ വിശ്വാസം നമുക്ക് വേണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന സംഗതി അതേപോലെ ഇമെയിൽ ആക്കിയിട്ട് പെട്ടിയിൽ മടക്കിയിട്ട് നിങ്ങളെ കയ്യിൽ കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾ എടുത്തോളി എന്ന് പറയില്ല ദൈവം. ഓക്കെ, ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കണ പോലെ, ഓക്കെ ഇത് അപ്രൂവ്ഡ് ആട്ടോ, ആ സംഗതി വരുന്നുണ്ട്, അത് എടുത്തോളി എന്ന് പറഞ്ഞ് കയ്യിൽ തരില്ല. അതെന്ത് ചെയ്യും, ദൈവം അതിന് മറ്റൊരു ബദൽ മാർഗത്തിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. മേ ബി അയാൾ പ്രാർത്ഥിച്ചത് എന്റെ കൈ നല്ല സ്ട്രോങ് ആക്കണേ നിൽക്കും പ്രാർത്ഥിച്ചതെങ്കിൽ ദൈവം ഒരു പ്രതിസന്ധി ആക്കിയിട്ട് ഒരു പാറക്കല്ലിട്ട് തരും. അതിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൈ ഓട്ടോമാറ്റിക്കലി വർക്ക് ആയിക്കോളും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ബിലീഫ് വേണം. അപ്പൊ ദൈവം നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ ഒരിക്കലും എന്തല്ല, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടോ അല്ല, നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സംതിങ് ഒരു പ്രതിസന്ധി ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഒരു ഏരിയ കൂടി നമുക്ക് എന്ത് ചെയ്യാണ്ടാവും, സ്ട്രോങ് ആക്കാണ്ടാവും. നമ്മൾ ആ പ്രതിസന്ധി മറികടക്കുന്നതോട് കൂടി ഏതെങ്കിലും ഒരു ഏരിയ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളത് ബെസ്റ്റ് ആയിട്ടുണ്ടാവും എന്നുള്ള ഒരു ബിലീഫ്, ഒരു വിശ്വാസം എന്ത് ചെയ്യണം, നമുക്ക് വേണം എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് എന്ത് ചെയ്യുന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാണ്, ഇനി നിങ്ങളുടെ ടൈം, ഈ വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാണ്ടെങ്കിൽ പറയാം. ഞാൻ ഷിഹാബ് സാറെ കണ്ട സമയത്ത് പറഞ്ഞതാണ്. ജെനിസ ഒരൊറ്റ മിനിറ്റ് ഇവിടെ. കാരണം ഈ പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയ ഒരു മെച്ചം എന്താ വെച്ചാൽ, ഞാൻ ഒരു 18 വർഷമായിട്ട് പ്രവാസിയാണ്. ഏകദേശം കണ്ടിന്യൂ ആയിട്ട് ചെറിയ കച്ചവടം കാര്യം ചെയ്തു പോവാം. പക്ഷെ ഒരുപാട് മൂർച്ചയില്ലാത്ത മയുവിനോട് ഞാൻ മരം മുറിച്ചോണ്ടിരുന്നത്. പക്ഷെ ഈയിടെയായിട്ട് MGM ആയിട്ട് കണക്ട് ചെയ്തതിനു ശേഷം ആ മയുവിന് മൂർച്ച വെപ്പിച്ചു. അതിനുശേഷം എനിക്ക് ഒരുപാട് മാറ്റം, എളുപ്പത്തിൽ മുറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന്റെ പൊരുൾ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും.
കാരണം ഞാൻ ഒരുപാടായിട്ട് എൻ്റെതായിട്ടുള്ള ഐഡിയയിലൂടെ ആയിരുന്നു ഞാൻ നീങ്ങിയിരുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സംഭവം എന്താണെന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഓരോ ദിവസവും എനിക്ക് വരുന്ന മാറ്റങ്ങൾ ഞാൻ തന്നെ സ്വയം വിലയിരുത്തുക. ഞാൻ തന്നെ എന്നെ തട്ടിയിട്ട് പറയാണ് മാഷാ അല്ലാ, ഞാൻ തന്നെ പറയാണ്. കാരണം അത്രത്തോളം മാറിപ്പോയി. അപ്പം ഈ അവിടെ ഓക്കെ, എന്റെ നെറ്റ്വർക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ആയിട്ടുണ്ടായിരുന്നു, അതാണ് പോയത്. ഇപ്പോൾ ഓഡിയബിൾ ആണ്, എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഷിയാബ് സാർ പറഞ്ഞ പോലെ നമ്മൾ മഴ മൂർച്ചയാക്കിയിട്ട് ജീവിതം എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ എഫേർട്ട് കുറേ കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ആ ഒരു ഡിവൈൻ ലവ് ഒക്കെ ഉള്ളിൽ എന്താ പറയുക നിറച്ചുകൊണ്ട് തന്നെ ലൈഫിൽ എന്താണോ യഥാർത്ഥത്തിൽ നേടിയെടുക്കേണ്ടത് അത് വളരെ ഈസി ആയിട്ട് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ. ആൻഡ് ബാക്ക് ടു നമ്മളെ മെന്ററിനെ ഏൽപ്പിക്കുകയാണ്. മെന്റർ ഹാദി എന്ത് ചെയ്യും, മൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യു ഗൈസ് ആർ റിയലി ബ്ലെസ്ഡ് പീപ്പിൾ. അങ്ങനെ പറഞ്ഞാല് ഞാൻ ഉദ്ദേശിച്ചെന്നാല് നമ്മളെ ചുറ്റിലും കുറെ ആൾക്കാരുണ്ട്, പക്ഷെ എന്താ നിങ്ങളാണ് ഈ ഒരു നമ്മളെ ഈ ലൈഫ് കീപ്പ് പ്രോഗ്രാമിൽ സെലക്ട് ആയത്. നമ്മളെ ക്രിയേറ്റർ നിങ്ങളെ കൊണ്ട് എന്തോ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം. അപ്പം ഞാനും എന്റെ ടീമും നിങ്ങളെ ഇതിലേക്ക് വെൽക്കം ചെയ്ത്, നിങ്ങൾക്ക് ഒരു ചെറുതാണെങ്കിൽ ചെറുത് പോലും നമ്മളെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം കിട്ടിയെന്ന് നമുക്ക് തോന്നും. വി ആർ ഡെഫിനറ്റ്ലി ഷുവർ. പിന്നെന്താ, അതന്നെ നമുക്ക് ഉറപ്പാണ്. ഞാൻ പറയാണ്, ഇത്രയും ആൾക്കാരുടെ ഇടയിലും നിങ്ങൾ കുറച്ച് പേരാണ് ഇതിൽ ജോയിൻ ചെയ്ത്. അപ്പോ അതിന് തന്നെ എന്തോ ഒരു ഇതുണ്ടാവും, പഠിച്ചവന് ഇതിൽ എന്തോ ഒരു ഇതുണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതന്നെ. സോ എന്റെ പേരിലും ടീമിന്റെ പേരിലും ഞാൻ വൺസ് അഗെയിൻ എല്ലാരും താങ്ക് യു പറയണേ. സോ നന്ദി.